ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് പയോളി ചിക്കൻ ഫ്രൈ ആണ്. 1 കിലോ ചിക്കൻ ഇതിനായി എടുത്തിട്ടുണ്ട്. ഇനി 2 വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പും ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വിനീഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഈ ഇഞ്ചിയും വിനാഗിരി ഉപ്പും എല്ലാം ഇതിലേക്ക് പിടിക്കണം. ഇനി ഒരു 50 ഗ്രാം കാശ്മീരി ചില്ലി ഇതുപോലെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് ഇടണം. ഇത് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റൊക്കെ ഇതേപോലെ വെക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് താഴ്ത്തി കൊടുക്കണം, എന്നാലേ എല്ലാം നല്ലതുപോലെ കുതിർന്ന് കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പം ഇത് ജാറെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ കുതിർന്നിരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ചൂടുവെള്ളം തന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം വെള്ളം ഒഴിക്കാതെ അരച്ചിട്ട് പിന്നീട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ അരപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ ഗരം മസാലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സി ഒന്ന് കറക്കിയെടുക്കാം. ഗ്രേവി എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ അരച്ച് വെച്ച ആ ഗ്രേവിയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ അരപ്പ്, അതായത് ഗ്രേവി, ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കണം. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇപ്പം നമുക്ക് ഇഞ്ചിയും വിനീഗറും ഉപ്പും ഒക്കെ ഇട്ട് തേച്ച് വെച്ച ആ ചിക്കനിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചില്ലി പേസ്റ്റും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചിക്കനിലേക്കൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു 20-25 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിനായിട്ട് വളരെ ചെറിയ ചിക്കനാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമ്മൾ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ ഗ്രേവിയിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു അരക്കപ്പൊക്കെ മതിയാകും, ഒരുപാട് വേണ്ടി വരില്ല, ഇത്രയൊക്കെ മതിയാകും. തേങ്ങയും ഈ ഗ്രേവിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന അതേ ടൈം തന്നെ ഇതും അത്രയും ടൈം വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് നമുക്ക് ചിക്കനിൽ ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവ് ഗ്രേവിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക്, അത് ഇതേപോലെ വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയുമാണ്. ഒരു 5 പച്ചമുളക് മതിയാകും. അപ്പോൾ ചിക്കനൊക്കെ ഒരു അരമണിക്കൂറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ആദ്യം വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ കിടക്കുമ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറം മാത്രം കരിഞ്ഞിട്ട് ഉള്ളിൽ ചിലപ്പം അധികം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു ഹാഫ് കുക്ക്, അതായത് ടോട്ടൽ ഒരു ഹാഫ് കുക്ക് ടൈം ആകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് അത് ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പച്ചമുളകിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പച്ചമുളകിൻ്റെ കട്ട് ചെയ്തതൊക്കെ മതിയാകും. അത് ഈ ചിക്കനിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പതുക്കെ സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ കറിവേപ്പിലേക്ക് എണ്ണയിലേക്കൊക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ, അതായത് ആ ഗ്രേവിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ കുറച്ച് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ്. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ
നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ആ തേങ്ങയും ആ ചിക്കൻ്റെ കൂടെ തന്നെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റും വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.